ഹലോ, എല്ലാവർക്കും സന്നിധി കപ്പ് ഓഫ് ടീയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പൊറോട്ടയൊക്കെ വാങ്ങിക്കാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഏതായാലും വാങ്ങിച്ചതായാലും ഉണ്ടാക്കിയതായാലും മിച്ചം വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു വിഭവം തയ്യാറാക്കാം. കുറച്ച് ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ, പൊറോട്ട ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാനൊരു 4 എണ്ണം ഉണ്ട്. പിന്നെ മുട്ട, 5 മുട്ട എടുത്തിട്ടുണ്ട്. സവോള, ക്യാബേജ്, തക്കാളി, ക്യാരറ്റ്, കുറച്ച് മല്ലിയില, 2-3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് മുളക് പൊടി, ചാട്ട് മസാല, ഉപ്പ്, ഓയിൽ. ഈ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം. മുട്ടയും നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ മുട്ടയും ഈ വെജിറ്റബിളും ഈ സ്പൈസസും ഉപ്പും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ മുട്ട ഓംലെറ്റിന് ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനതങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഈ വെജിറ്റബിൾ എല്ലാം ഇടുകയാണ്. ക്യാബേജ് ഇട്ടു, സവോള, ക്യാരറ്റ്, തക്കാളി, മല്ലിയില, പച്ചമുളക്, ഈ സ്പൈസസ്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് മുട്ടയും ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ മുട്ടയും ഉടച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പിട്ടു. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ. തവി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സ്പൂണോ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ സ്റ്റൗവിൽ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്ത് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് എണ്ണ ഉപയോഗിക്കാം. ഞാൻ എണ്ണ ചൂടായപ്പോൾ ഈ ഒരു പൊറോട്ട അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് തീ മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഈ മിക്സ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അമക്കി കൊടുക്കുക. കാരണം നമ്മൾ ആ മുട്ട ഓംലെറ്റിനുള്ളത് നമ്മൾ കറക്റ്റ് കട്ടിയിലാണ് ഒഴിച്ചത്. അപ്പോൾ കുറച്ച് അമക്കി കൊടുക്കുമ്പോൾ നന്നായിട്ടത് വെന്ത് കിട്ടും. നമ്മൾ ഓയിൽ ഒഴിക്കുന്നതിന് പകരം ഇതിനകത്ത് നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം. തിരിച്ച് മറിച്ചിട്ട് കരിയാതെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെയാണ്. നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ വിഭവം ഉണ്ടാക്കി കഴിഞ്ഞു. പൊറോട്ടയും മുട്ടയും കൊണ്ടുള്ളത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വിഭവം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.